ഹലോ അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഞാനും നിസമ്മളും ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ, നീ ഇല്ലാത്ത കാരണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇക്കയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഈ പാടത്തിൻ്റെ അപ്പുറം ഇപ്പുറം കേട്ടോ. അപ്പോൾ അപ്പോൾ ജ്യേഷ്ഠത്തി സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ ജ്യേഷ്ഠത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകുമായിരുന്നു കേട്ടോ. ഞാനും നിസമ്മളും കൂടിയാണ് പോയത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പാടമില്ല, ഈ പാടത്തിൻ്റെ അറ്റത്താട്ടോ ഞങ്ങളുടെ വീട്. പക്ഷേ ഇങ്ങനെ നമുക്ക് റോഡ് കറങ്ങി വന്നേ ഉള്ളൂ. അതിൻ്റെ ഇപ്പുറത്താണ് ജ്യേഷ്ഠത്തിയൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോണ വഴി അപ്പോൾ ഈ പാടത്ത് നിൽക്കുമ്പോൾ നല്ല രസമാണല്ലോ, നല്ല കാറ്റും. അപ്പോൾ അവിടെ കുറേ പേരൊക്കെ നിൽക്കണത് കണ്ട് കേട്ടോ. പെണ്ണുങ്ങളൊക്കെ ഇതിലേ ഇങ്ങനെ നടക്കാനൊക്കെ രാത്രിയൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലം കേട്ടോ. അപ്പോൾ ഞാനും നിസാമോളും കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി. അവിടെ ഇപ്പോൾ പാടമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കാം, വെള്ളക്കെട്ടും പിന്നെ ഇങ്ങനെ പോത്തിനെയും ഒക്കെ കൊണ്ടുവന്ന് കെട്ടിയേക്കണ് അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. അവിടെ ഉമ്മച്ചി എനിക്ക് 5 സ്റ്റാർ തന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ 5 സ്റ്റാർ തന്നു കേട്ടോ. 5 സ്റ്റാർ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ഫുള്ള് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഈ മിഠായികളിൽ ഏറ്റവും ഇഷ്ടമുള്ള മിഠായി കേട്ടോ ഈ 5 സ്റ്റാറും അതെ ബൗണ്ടി അതെ. അപ്പോൾ ഇക്കുള്ളപ്പോൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വരുന്ന മിഠായിയാണ് 5 സ്റ്റാർ. അതുപോലെ ഒക്കെ സൗദിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബൗണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അവക്കുള്ളത് കേട്ടോ എന്ന് പറയും. പിള്ളേർക്ക് വേറെ കൊടുത്തു വിടും. അങ്ങനെ ഇതൊക്കെ കഴിച്ചു. പിന്നെ സോസേജൊക്കെ കഴിച്ച് ഉമ്മച്ചിയായിട്ട് കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രി ആയിട്ടോ. അപ്പോഴേക്കും രാത്രി എന്ന് പറഞ്ഞാൽ മഗ്‌രിബൊക്കെയായി. അപ്പോൾ പോകുന്ന വഴി ഇതാ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിട്ടോ. അപ്പോൾ നമ്മുടെ നിയ ഇല്ലാത്ത കാരണം നമുക്ക് ഇപ്പോൾ അതിനൊക്കെ പാടാം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ.